ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അമ്പലത്തിൽ കല്യാണത്തിനുള്ള ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് രുക്മിണി കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാജുവും ഋതികയും അങ്ങോട്ട് വരുന്നു. രുക്മിണി അവരെ കാണുന്നുണ്ട്. രുക്മിണി ഇങ്ങനെ ദേഷിച്ച് അവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് രുക്മിണി അവരുടെ അടുത്തോട്ട് വന്നിട്ട്, നിങ്ങളെ ആര് ക്ഷണിച്ച് ഇങ്ങോട്ട് വരാൻ, നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ അങ്ങോട്ട് ദേഷ്യത്തിൽ പറയുവാണ്. രാജു പറയുന്നുണ്ട്, അതിന് ആൻറ്റി ഇത് ക്ഷേത്രമല്ലേ, ഈ ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും വരാമല്ലോ, അതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ ഞങ്ങളെ വഴക്ക് പറയുന്നേ എന്നിങ്ങനെ രാജു ചോദിക്കുന്നു. ഋതിക പറയുവാണ്, അല്ലല്ല ആൻറ്റി, ഇങ്ങനെയാണോ കല്യാണത്തിന് ക്ഷണിച്ചവരെ വരുമ്പോൾ പറയുന്നത്? ഞങ്ങൾ ചുമ്മാതൊന്നും അല്ല വന്നത്, ഞങ്ങൾ ക്ഷണിച്ചിട്ട് തന്നെ വന്നത്. സംശയമുണ്ടെങ്കിലേ ആൻറ്റി രമ്യയെ വിളിച്ചെന്ന് ചോദിച്ചേ എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ രുക്മിണി ഫോൺ എടുത്ത് രമ്യയെ വിളിക്കുവാണ്. രമ്യ അങ്ങോട്ട് വരുന്നുണ്ട്. രമ്യയെ കണ്ടിട്ട് ആ ഋതിക ചോദിക്കുന്നു, ഋതിക നീ തന്നെ പറഞ്ഞോ, നീ ക്ഷണിച്ചിട്ടല്ല ഞങ്ങൾ കല്യാണത്തിന് വന്നത്. അമ്മ ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇവർ വന്നത്, അമ്മ അങ്ങോട്ടൊന്ന് പൊയ്ക്കേ എന്നും പറഞ്ഞ് രമ്യ രുക്മിണിയെ പറഞ്ഞു വിടുന്നുണ്ട്. ബാ നിങ്ങൾ അങ്ങോട്ട് വരൂ എന്ന് രമ്യ വിളിക്കുമ്പോൾ രാജുവിനോട് അമ്പലത്തിൽ പോയെന്ന് ചുറ്റി തൊഴുതിട്ട് വരൂ, ഞാൻ രമ്യയോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്നും പറഞ്ഞ് ഋതിക അവിടെ നിൽക്കുവാണ്. രാജു അങ്ങനെ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുമ്പോൾ രമ്യ പറയുന്നു, ഋതിക ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ആ മൈക്കിൽ കൂടെ ഒച്ചത്തിൽ തന്നെ പറയണം, രാജു നിന്നെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന്, ഇതൊരു നാടകമായിരുന്നെന്ന് പറഞ്ഞത് കേട്ടല്ലോ. എങ്കിൽ മാത്രമേ രാജുവിൻ്റെ പെങ്ങളും എൻ്റെ ആങ്ങളെയും തമ്മിലുള്ള കല്യാണം നടക്കത്തുള്ളൂ. ഇത് രമ്യയാണ് പറയുന്നത്, ഇതിനകത്ത് ഒരു മാറ്റവും. അതുകൊണ്ട് ഋതിക വന്നേ എന്നും പറഞ്ഞ് രമ്യ ഋതികയുടെ കയ്യിലോട്ട് പിടിക്കുവാണ്. പെട്ടെന്ന് ഋതിക കൈ പിടിച്ച് മാറ്റിയിട്ട് പറയുന്നു, രമ്യ ഞാനിന്ന് രാജുവിൻ്റെ ഭാര്യയാണ്. രാജുവിന് ഈ ജന്മമെന്നല്ല 7 ജന്മം ഉണ്ടായാലും ഞാൻ രാജുവിൻ്റെ ഭാര്യയായി തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അത്രത്തോളം രാജുവിനെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്ത് കരുതി, നീ ഇങ്ങനെ പറയുമ്പം ഞാൻ എൻ്റെ രാജുവിനെ അങ്ങ് ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചോ എന്നിങ്ങനെ പറയുമ്പം രമ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ആഹാ, നീ അപ്പം എന്നെ കബളിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? നീ കല്യാണം മുടക്കാമെന്ന് നിനക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? അതൊരിക്കലും നടക്കത്തില്ല. നിനക്കറിയാവോ, നീ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തന്ത്രങ്ങൾ കാണിക്കുമെന്ന് എനിക്കറിയാം. അതിന് പറ്റിയ ഒരാളാണ് ഈ കല്യാണത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത്. നിനക്കറിയണോ ആരാന്ന്? എങ്കിൽ നീ കണ്ടോളൂ ആ വരുന്ന ആരാണെന്ന്. ഋതിക അങ്ങനെ നോക്കുമ്പോൾ പ്രതാപവർമ്മയാണ് വരുന്നത്. പെട്ടെന്ന് രമ്യയും രുക്മിണിയും പോയി പ്രതാപവർമ്മയെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവരുവാണ്. ഋതിക ഇത് കണ്ടങ്ങ് അമ്പരന്ന് പോയി. ഒരിക്കലും ഋതിക പ്രതീക്ഷിച്ചില്ല രമ്യ ഇങ്ങനൊരു കടുങ്കൈ അവിടെ ചെയ്യുമെന്ന്. രാജു അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് തൊഴുതിട്ട് വരുമ്പോൾ ഋതിക ഇങ്ങനെ അച്ഛനെ കണ്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. രാജുവും പ്രതാപവർമ്മയെ കണ്ട് ഋതികയും രാജുവും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പ്രതാപവർമ്മയും കാണുന്നുണ്ട്. എന്നിട്ട് പ്രതാപവർമ്മ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി അങ്ങ് നേരെ പോവുകയാണ് അവരോടൊപ്പം കല്യാണ മണ്ഡപത്തിലോട്ട്. ഈശ്വര, ഇനി എന്തു ചെയ്യും, കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ എന്നിങ്ങനെ ഋതിക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. കല്യാണ മണ്ഡപത്തിൽ ചടങ്ങുകളൊക്കെ ഓരോന്നായി തുടങ്ങിക്കഴിഞ്ഞ് രുക്മിണി മകനെ കൊണ്ടുവന്ന് കല്യാണ മണ്ഡപത്തിൽ നിർത്തുന്നുണ്ട്. ഹരീഷ് ഇങ്ങനെ ആൾക്കാരെയൊക്കെ തൊഴുത് വിഷമത്തോടെ ഇങ്ങനെ തൊഴുതിട്ടവിടെ നിൽക്കുകയാണ്. വിവാഹം നടത്താനിരിക്കുന്ന പൂജാരി പറയുന്നുണ്ട്, കല്യാണത്തിനുള്ള സമയമാകുന്നു, ഇനി പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരൂ. അപ്പോഴാ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയെ കല്യാണ മണ്ഡപത്തിലോട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ദൈവമേ, എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞു നിൽക്കുവാണ് രാജുവും ഋതികയും. രാജുവിനത് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് നടക്കും, എന്ത് നടക്കാൻ പോകുന്നു എന്നൊന്നും മനസ്സിലാകാതെയാണ് പ്രതാപവർമ്മ അങ്ങനെ ആ കല്യാണത്തിൽ സന്തോഷത്തോടെ നിൽക്കുന്നത്. ആ സമയത്ത് രാജുവിൻ്റെ അളിയൻ അങ്ങോട്ട് ഓടി വരികയാണ്. അളിയാ, ചതിച്ചളിയാ. എന്താന്ന് രാജുവും ഋതികയും ചോദിക്കുമ്പോൾ, നമ്മളെ ചതിച്ച് ശ്രീലക്ഷ്മി ചതിച്ചളിയാ എന്നിങ്ങനെ ഉറക്കെ പറയുകയാണ്. അത് ഹരീഷിൻ്റെ കാതിലും കേൾക്കുന്നുണ്ട്. കല്യാണ മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും അത് കേൾക്കുന്നു. എന്നും പറഞ്ഞ് പെട്ടെന്ന് ഹരീഷ് അങ്ങ് എഴുന്നേൽക്കുവാണ്. ഉടനെ ദേഷ്യം കൊണ്ട് രാജു ആ കല്യാണ മണ്ഡപത്തിലോട്ട് ചാടി കയറി ഹരീഷിൻ്റെ കോളറയിൽ അങ്ങ് പിടിച്ചിട്ട്, എടാ നീ കാരണം എൻ്റെ അനിയത്തി ആത്മഹത്യ ചെയ്യാൻ പോയി, അവൾ ഹോസ്പിറ്റലാണ്, നീ കേട്ടോടാ. ആണുങ്ങളായ തൻ്റെ എണ്ണം വേണം, സ്നേഹിച്ച പെണ്ണിനെ കൂടെ നിർത്താനുള്ള കഴിവ് വേണം, ഇല്ലെങ്കിൽ നീ സ്നേഹിക്കരുതായിരുന്നു. നീ ഒരു നട്ടല്ലില്ലാത്തവനായി പോയല്ലോടാ, വെറും ഒരു പെങ്കോന്തനായി പോയല്ലോടാ. ഇങ്ങനെ രാജു ഇങ്ങനെ മനസ്സിൽ വരുന്ന ദേഷ്യമൊക്കെ അങ്ങോട്ട് പറയുവാണ്. ഇതെല്ലാം പ്രതാപവർമ്മ കേട്ടോണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്താ ഇവിടെ നടക്കുന്നത്? രുക്മിണിയും രമ്യയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുമെന്ന്. കല്യാണത്തിന് വന്നവരും ആകെ ഒരു അലങ്കോല ലക്ഷണത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ആ കല്യാണ മണ്ഡപത്തിൽ ആകെ ഒരു അലങ്കോലം തന്നെ നടക്കുകയാണ്. ശ്രീലക്ഷ്മി ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നറിഞ്ഞത് ഹരീഷിന് ഭയങ്കര
സങ്കടമായി. അവൻ രാജുവിനോട് പറയുവാണ്, രാജു നീ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നെ രമ്യയും അമ്മയും കൂടെ ഭീഷണിപ്പെടുത്തി ഈ കല്യാണത്തിന് കൊണ്ടിവിടെ നിർത്തിയിരിക്കുവാണ്. എനിക്ക് ഈ ജന്മം ഒരു കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ശ്രീലക്ഷ്മിയായിട്ടാണ്. ഞാൻ അവളെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് അവളെ സ്നേഹിച്ചത്. എന്ത് ചെയ്യാനാ, ഞാൻ നീ പറഞ്ഞ പോലെ ഒരു കഴിവുകെട്ടവനായിപ്പോയി. ഈ അമ്മയുടെയും അനുജത്തിയുടെയും മുന്നിൽ ഒരു കഴിവുകെട്ടവനായി എനിക്കിങ്ങനെ നിൽക്കേണ്ടി വന്നു. ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് അങ്ങ് കരയുവാണ്. ഇതൊക്കെ കണ്ടിട്ട് പ്രതാപവർമ്മ അങ്ങ് അമ്പരം നോക്കുക. ദൈവമേ, അബദ്ധം പറ്റിയോ? ഇങ്ങനൊരു കല്യാണത്തിനാണോ ഞാൻ വന്നത്? വിശേഷ അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് ഇത്രയും അലങ്കോലം പിടിച്ച ഒരു കല്യാണത്തിന് വേണ്ടി ആയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പ്രതാപവർമ്മ ചിന്തിക്കുവാണ്. ആ സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ തന്നെ ഹരീഷ് അവൻ്റെ വേഷ്ടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന വിഷക്കുപ്പി എടുത്ത് വായിലൊഴിക്കാൻ ശ്രമിക്കുവാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ട് വേണ്ട വേണ്ടാന്നും പറഞ്ഞ് പിടിക്കുന്നുണ്ട്. പ്രതാപവർമ്മ ഇത് കണ്ട് ഭയന്നിട്ട്, ആരെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് വിഷക്കുപ്പി ഒന്ന് വാങ്ങിക്കൂ, എന്തായി നടക്കുന്നൊക്കെ ഇങ്ങനെ പ്രതാപവർമ്മ വിളിച്ച് പറയുന്നുണ്ട്. രാജുവും ഹൃദയയും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ രാജുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. മോനെ, നിന്നെ ഞാൻ ഒത്തിരി വിളിച്ച്, നീ കേട്ടില്ലയോ? നമ്മുടെ മോൾ ഇങ്ങനെ ചെയ്യുമോയെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ ചതിച്ചല്ലോ മോനെ നമ്മളെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കരയുവാണ്. ശ്രീലക്ഷ്മി എന്ത് വെച്ചാന്ന് ചോദിക്കുമ്പോൾ അവളെ അപ്പുറത്ത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഡോക്ടേഴ്സൊക്കെ അപ്പുറത്ത് നിൽക്കുവാണ്. അവരേതോ എമർജൻസി കേസ് നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക മോനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹരീഷിനെ പെട്ടെന്ന് രുക്മിണിയും രമ്യയും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ ആംബുലൻസിൽ കൊണ്ടുവന്ന് സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. പെട്ടെന്ന് അവർ കാണുന്നുണ്ട് ഹരീഷിനെ ഇങ്ങനെ കൊണ്ടുവന്ന്. രുക്മിണി ഓടി വന്നിട്ട് രാജുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയാ, നിന്റെ മോൾ വിചാരിച്ച് കാണും അവൾ പോകുമ്പോൾ ഇവനെയും കൂടെ അങ്ങ് കൊണ്ടുപോകാമെന്ന്. ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് പണമുണ്ട്, ഇഷ്ടത്തിന് പണം. എൻ്റെ പണം കൊണ്ട് ഞാൻ എൻ്റെ മോനെ രക്ഷപ്പെടുത്തും. പോകുന്നെങ്കിൽ നിങ്ങളുടെ മകൾ മാത്രമേ പോകത്തുള്ളൂ. എൻ്റെ മകനെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും എന്നിങ്ങനെ അഹങ്കാരത്തോടെ രുക്മിണി പറയുവാണ്. ആ സമയത്ത് രാജുവിൻ്റെ അളിയൻ പറയുക, ഇല്ല രുക്മിണിയമ്മേ, നിങ്ങൾക്ക് തെറ്റി. അവളെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകളുടെ പേര് രമ്യ. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയും മോളും ഇനി പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രുക്മിണിയും രമ്യയും പോലീസ് സ്റ്റേഷനിൽ പോവുക, ഹരീഷും ശ്രീലക്ഷ്മിയും വിവാഹം കഴിക്കുമോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.